എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, അതുപോലെ തന്നെ മുതിർന്നവരായിട്ടുള്ള മാതാപിതാക്കൾ വരുന്നുണ്ട്. അപ്പം ഇതിനുള്ള കർത്തവ്യം ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് നിയോഗിച്ചയച്ചിരിക്കുന്നത്. നമ്മുടെ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരാണ് ഞാൻ. എൻ്റെ പേര് അനസ് മുഹമ്മദ് എന്നാണ്. ഞാൻ പെട്ടെന്നാണ് യാദൃശ്ചികമായിട്ടാണ് ക്ലാസ്സുള്ള കാര്യം. ഇന്നലെ രാത്രിയാണ് 10 മണിയായപ്പോൾ ഞാൻ അറിയുന്നത്. ഞാൻ ലീവിൽ നാട്ടിലായിരുന്നു. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയാണ്, അടൂരാണ്. ലീവ് കഴിഞ്ഞ് ഇന്നലെ വന്നപ്പോൾ രാത്രിയാണ് ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ അറിയുന്നത്. പക്ഷെങ്കിലും ഈ ലഹരി സംബന്ധമായിട്ടുള്ള ക്ലാസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാതെ എന്തെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് സാധിക്കുന്ന തരത്തിലൊരു അവർക്കൊരു ചെറിയൊരു പ്രയോജനമെങ്കിലും നമ്മൾ വലിയ ക്ലാസ് എടുത്തു പോകാനും നിരവധി സംസാരങ്ങളൊക്കെ ഒരുപാട് ക്ലാസ് നമ്മൾ കേൾക്കുന്നു. യൂട്യൂബിലൊക്കെ ഒരുപാട് കേൾക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കുട്ടികളൊക്കെ യൂട്യൂബിൽ നോക്കാറില്ലെങ്കിലും ഈ ക്ലാസ് കൊണ്ട് ഇപ്പം ഞാൻ എടുത്ത ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ബോധവൽക്കരണ ക്ലാസ് നൽകുന്നത് കൊണ്ടൊന്നും ഒരു നിമിഷം കൊണ്ടൊന്നും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന ലഹരി എന്ന വിധത്തിൽ നമുക്ക് കുറച്ച് മാറ്റാൻ കഴിയും. അപ്പം അതിന് ഈ പറയുന്ന കൂട്ടായ്മകൾ സമൂഹത്തിൽ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിക്കുന്നത് കാലഘട്ടമാണ്. കാരണം ഇപ്പൊ ഈ ഹൈറേഞ്ച് കൂട്ടായ്മകളുള്ള കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കൂട്ടായ്മകളൊക്കെ നശിച്ച് കൂട്ടായ്മകളൊക്കെ സമൂഹത്തിൽ നിന്ന് മാറിക്കൊണ്ട് കുട്ടികളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഫോണിൽ പബ്ജി കളിക്കും, അതുപോലെ വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും ഒത്തുകൂടി ഇരുന്നിട്ട് അല്ലേ ഉള്ളല്ലേ അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പെട്രോളിങ്ങിനെ പലരും കാണുന്നുണ്ട്. കുട്ടികൾ ഒരു 7 പല ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ കുടിച്ചിരിക്കുകയാണ്. തല നോക്കില്ല, അവരെപ്പോഴും തല ഇങ്ങനെ കുടിഞ്ഞായിരിക്കുന്നത്. നമ്മൾ യുവാക്കൾ എപ്പോഴും തല ഉയർത്തി നിൽക്കേണ്ടവരാണല്ലേ, പിന്നെ കുടിച്ചിരിക്കേണ്ടത്. അപ്പം നമ്മള് ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയാണ്. നമ്മളാണ് ഈ രാജ്യത്ത്. നമ്മൾ കുടിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, തല താഴ്ത്തി ഇരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ വളർച്ചയും താഴോട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തല ഉയർത്തിയിരിക്കണം. അപ്പോൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഫോണിലാണ്. അപ്പോൾ ഒരു പരിധിവരെ ഒരു ലഹരി പദാർത്ഥമാണെങ്കിൽ പോലും, പദാർത്ഥമല്ലെങ്കിൽ പോലും ലഹരിയായി വന്നിരിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഫോണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫോണിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് വിദേശങ്ങളിലെല്ലാം കുട്ടികൾ. അപ്പൊ അത് ഈ ഫോണിന്റെ ഉപയോഗം കടക്കുന്നതുകൊണ്ടാണ് ഈ കൂട്ടായ്മകളുടെ ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കൂട്ടായ്മകൾ വീണ്ടും ഇങ്ങനെ പഴയ തലമുറയിലുള്ള ആളുകൾ സംഘടിച്ചുകൊണ്ട് കൂട്ടായ്മകൾ ഇങ്ങനെ വീണ്ടും കൊണ്ടുവരുന്നത് കൊണ്ട് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഫോണിന്റെ ഉപയോഗവും ഇതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ കടന്നുകയറ്റം സമൂഹത്തിലുണ്ടാകുന്നത് അത് തടയാൻ ഒരു പരിധിവരെ ഈ കൂട്ടായ്മകളോട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം എന്നോട് വണ്ടി കൊണ്ടുവന്നിരുന്ന പേരെന്താ ഷിഹാബിനോട് ഞാൻ ചോദിച്ചു. അപ്പൊ ഇവിടെ ഈ കൂട്ടായ്മ ഈ ഹൈറേഞ്ച് എന്ന് പറയുന്ന കൂട്ടായ്മ നേരത്തെ ഉള്ളതാണോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ പല പ്രദേശങ്ങളിലും കുട്ടികൾ ഈ ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കൂട്ടായ്മകൾ കൊണ്ടാണ് ഒരു പരിധി നമുക്കിത് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, ഞാൻ ലഹരിയെക്കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് ഈ കൂട്ടായ്മ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണോ? ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരെ ഉണ്ട്. അത് രജിസ്റ്റർ ചെയ്യേണ്ട രീതികൾ പറഞ്ഞു തരും. അതുപോലെ നമ്മുടെ യുവജനക്ഷേമ ബോർഡുണ്ട്, പല സംസ്ഥാന സർക്കാരിന്റെ യുവജനക്ഷേമ ബോർഡ്, അതുപോലെ തന്നെ നെഹ്റു യുവ കേന്ദ്ര, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. നമ്മുടെ സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് നിങ്ങളുടെ സ്പോർട്സ് കിറ്റ്, അതുപോലെ നിങ്ങളുടെ കായികപരമായിട്ട് നിങ്ങളെ ഉന്നമനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് സഹായം ചെയ്യുന്ന പദ്ധതികൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് സ്പോർട്സ് കിറ്റ് കിട്ടുന്ന സന്തോഷമല്ലേ അല്ലേ? അപ്പൊ അതെല്ലാം കിട്ടുന്നതിനൊക്കെ പ്രധാന ഘടകമായിട്ട് ഈ പറഞ്ഞ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബത്തിലുള്ള പല കൂട്ടുകാരും ലഹരി ഉപയോഗിക്കുന്നത് അല്ലേ. എന്നോട് പറയാൻ പേടിയായിരിക്കില്ലേ?
ഇത് നാളെ ഞാൻ പോയിട്ട് സാറിനോട് പേര് പറഞ്ഞു കൊടുക്കും. നാളെ ഞങ്ങൾ നോക്കിയാൽ എന്റെ പേര് പറഞ്ഞാലോ പേടിയുണ്ട് അല്ലേ? പക്ഷെ എങ്കില് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പോലെ ഓരോ വാഹനങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾ ഒരു പെട്രോളിംഗ് നടത്തുമ്പോഴും എവിടെയൊക്കെ ലഹരി ഉപയോഗം ഉണ്ടെന്നും ആരുടെ കയ്യിലൊക്കെ ലഹരി ഉപയോഗ പദാർത്ഥങ്ങൾ കയ്യിലുണ്ടെന്നൊക്കെ കൃത്യമായി ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അറിയുന്നില്ല ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ ബൈക്കിൽ പോകുമ്പോഴും കാറിലൊക്കെ പോകുമ്പോഴും നിങ്ങൾ വിചാരിക്കും സ്വാഭാവികത പഠിച്ചിട്ടല്ല നിങ്ങൾ പോയത് നിങ്ങൾ ധാരണ ഉണ്ടാകും. പക്ഷെ ഒന്നുമല്ല, കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഇത് ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയും. ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിലും സംസാരത്തിലും അവരുടെ രീതികളിലും അവരുടെ ശൈലികളിലും എനിക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് വരും. അതിനുദാഹരണം കഴിഞ്ഞ പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തൊരു പ്രദേശത്ത് ഒരു വാഹന ചെക്കിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവര് വളരെ മാന്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരെ കഴിഞ്ഞുള്ള സൽസ്വഭാവികളുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ ആ ഒരു സംസാരത്തിൽ നമ്മൾ വീട് പോകുന്നത് ആരെയാണ് സംസാരിക്കുന്നത്. അവർ സംസാരിക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. പക്ഷെ നമ്മളിൽ നിന്നോ മറയ്ക്കുന്ന പോലെ ഉറപ്പായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വാഹനം പരിശോധിച്ചപ്പോൾ അത് കിട്ടേണ്ട സാധനം കിട്ടുകയും ചെയ്തു. അവർ റിമാൻഡ് ചെയ്തു. അവരുടെ വാഹനം പോയി, അവരുടെ ജീവിതം പോയി, അവരുടെ കുടുംബം പോയി, അവരുടെ ഭാവി പോയി, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ലഹരി പദാർത്ഥം പിടിക്കപ്പെട്ടാല് അത് കേസെടുത്ത് കഴിഞ്ഞാൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പാസ്പോർട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. നമുക്കൊരു ജോലി, ഗവൺമെന്റ് ജോലി നേടണമെങ്കിൽ നമുക്കൊരു വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെല്ലാം നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ വീട്ടിലിപ്പം നമ്മുടെ മാതാപിതാക്കൾ കരുതുന്നത് നമ്മളെല്ലാം കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, നമ്മുടെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല. ഇപ്പൊ നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ ആ രീതിയിലായിരിക്കും. നമ്മുടെ മക്കൾ മാത്രമല്ല, നമ്മുടെ വീടുകളിൽ മാതാപിതാക്കൾ തന്നെ. അപ്പൊ നമ്മൾ കരുതുന്ന ഇവരെല്ലാവരും നല്ലവരാണ് എന്നൊരു ധാരണ നമ്മൾക്കുണ്ടാകും, നമ്മുടെ സ്വന്തമായതുകൊണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഈ മറ്റൊരു വീട്ടിൽ ഒരു കുട്ടിയെ കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവനെ കഞ്ചാവോ മദ്യമോ ഒക്കെ ഉപയോഗിച്ചിട്ട് റോഡിൽ ഉടുതുണിയില്ലാതെ നിൽക്കുമ്പോഴൊക്കെയാണ് നമുക്കൊരു സന്തോഷമായിരിക്കും, ഹരമായിരിക്കും. മറ്റുള്ള ആളുകളുടെ ഈ രംഗങ്ങൾ കാണുന്നത് നമുക്കൊരു ഹരമായിരിക്കും അല്ലേ? പക്ഷേ സ്വന്തം വീട്ടിൽ ഈ ഒരു അവസ്ഥ വരുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ തോന്നി നോക്കി. ഇപ്പൊ നിങ്ങളുടെ മക്കളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ വാപ്പയോ നിന്റെ അനുജനോ ചേട്ടനോ ഒക്കെ ഈ ഒരു രംഗം ജയിലിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ മദ്യവെച്ച് റോഡിൽ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥ കാണുമ്പോഴാണ് നമുക്കൊരു വിഷമം വരുന്നത് അല്ലേ? അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒഴിവാക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. അതിനെങ്ങനെ ഒഴിവാക്കാം? ഈ പറയുന്ന രീതിയിൽ, അതായത് നമ്മുടെ സ്പോർട്സ് മേഖലയിലേക്ക് കുട്ടികൾ കടന്നു പോവുക, അതുപോലെ വൈകുന്നേരങ്ങളിൽ സംഘടിച്ചിരുന്നുകൊണ്ട് ഈ ഫോണുകളുടെ ഉപയോഗങ്ങൾ കുറയ്ക്കുക, അതുപോലെ എല്ലാവരും കൂട്ടായ്മകൾക്ക് കീഴിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചക്കാരങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ലഹരിയുടെ ഉപയോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞു. കുട്ടികൾ ശ്രദ്ധിക്കണം, കഥയാണ്. കഥയാണെന്ന് പറഞ്ഞാൽ വിഷയമായി. അപ്പം മഹാനായ ശ്രീബുദ്ധൻ പറഞ്ഞൊരു കഥയാണ്. അദ്ദേഹം ഒരു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൊരു കഥയാണ്. ഒരു മഞ്ഞുതുള്ളി, നമുക്കറിയാം മഞ്ഞുതുള്ളി എന്ന് പറഞ്ഞാൽ വളരെ പരിശുദ്ധമായിട്ടുള്ള നല്ലൊരു, അതായത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു മഞ്ഞുതുള്ളി. ഈ മഞ്ഞുതുള്ളി രൂപം വരുന്നത് പർവ്വതങ്ങളിൽ നിന്നാണ്. ഈ പർവ്വതത്തിൽ നിന്നും ഈ മഞ്ഞുതുള്ളി രൂപമുള്ള മഞ്ഞുതുള്ളി, ആ മഞ്ഞുതുള്ളി പർവ്വതത്തിൽ നിന്നും ഒഴുകി അത് നേരെ ഒഴുകി വന്നിട്ട് ഒരു പുഴയിലേക്ക് പതിക്കുന്നു. ഈ പുഴയിലേക്ക് പതിക്കുന്ന മഞ്ഞുതുള്ളി വളരെ സൗന്ദര്യം ഉള്ള ഒരു മഞ്ഞുതുള്ളിയാണ്. ഈ പുഴയിൽ പതിച്ച മഞ്ഞുതുള്ളി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഒഴുകി വരുന്ന കൂട്ടത്തില് അതിന്റെ ഇരുകരകളിലുമുള്ള പുൽച്ചെടികളെയും പൂമ്പാറ്റയും പുൽക്കൊടികളെല്ലാം പുഴുകി ഇങ്ങനെ തഴുകി ഒഴുകി വരികയാണ്. അപ്പോൾ അതിന്റെ സൗന്ദര്യം വളരെ നല്ല സൗന്ദര്യമുള്ള ഒരു മഞ്ഞുതുള്ളിയായിരുന്നു. അതിങ്ങനെ ഒഴുകി വന്ന മഞ്ഞുതുള്ളി കുറെ ഒഴുകി വരുമ്പോൾ ഒരു അഴുക്കുചാല് കാണുന്നു. അപ്പൊ ഈ അഴുക്കുചാല് കണ്ടപ്പോൾ ഈ മഞ്ഞുതുള്ളിക്ക് ഒരു ആഗ്രഹം, ഈ അഴുക്കുചാലിലേക്ക് ഒന്ന് എടുത്തു ചാടിയാലോ. അങ്ങനെ ഈ മഞ്ഞുതുള്ളി ഈ അഴുക്കുചാലിലേക്ക് നോക്കിയപ്പോൾ, ഈ അഴുക്കുചാലെന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ വേസ്റ്റുകളും വഹിച്ചുകൊണ്ട് വരുന്ന ഒരു അഴുക്കുചാലാണ്. ഈ അഴുക്കുചാലിലേക്ക് എടുത്തു ചാടണമെന്നുള്ള ഈ മഞ്ഞുതുള്ളിയുടെ ആഗ്രഹം
മഞ്ഞുതുള്ളി അഴുകിയാലേക്ക് എടുത്തിയാടുകയും ഈ മഞ്ഞുതുള്ളിയുടെ രൂപം മാറുന്നു, നിറം മാറുന്നു, സ്വഭാവം മാറുന്നു, സൗന്ദര്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ മഞ്ഞുതുള്ളി ഈ അഴുകിയാൽ കിടന്നുകൊണ്ട് മഞ്ഞുതുള്ളി മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മഴത്തുള്ളി, ഒരു ഇലയുടെ മുമ്പിലിരിക്കുന്ന ഒരു മഴത്തുള്ളി ഇങ്ങനെ വളരെ സൗന്ദര്യപരമായിട്ടിരിക്കുന്നു. അപ്പൊ മഞ്ഞുതുള്ളി മഴത്തുള്ളി ഇതിനൊക്കെ ഇങ്ങനെ ഇത്ര സൗന്ദര്യമായിട്ട് ഇപ്പോഴും ഇരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ മഴത്തുള്ളി പറഞ്ഞു കൊടുക്കുന്നു, ഈ ഇലയുടെ മുമ്പിലിരിക്കുന്ന മഴത്തുള്ളി പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഇത്ര സൗന്ദര്യമായിട്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴും എന്റെ ഘടനയോടുകൂടി ഞാൻ എവിടെ നിലനിന്നോ അതേ രീതിയിൽ തന്നെ നിലനിന്നുകൊണ്ടാണ്. പക്ഷെ നീ കാണിച്ചത് നിനക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായാലും ഇത്രയും നല്ല കൂട്ടുകാരെ കിട്ടി, പുൽക്കൊടികളെ കിട്ടി, പൂമ്പാറ്റയും കിട്ടി, നിനക്ക് കൂട്ടുകൂടാന് പുൽക്കൊടികളെ കിട്ടി, എങ്കിലും നിനക്കിതൊന്നും മതി വരാതെ നീ ആ അഴുകിയ അല്ലെങ്കിൽ എടുത്തു ചാടിയതുകൊണ്ടാണ് നിനക്ക് ഈ സൗന്ദര്യം നഷ്ടപ്പെട്ടത് എന്ന് മഹാനായ ശ്രീബുദ്ധൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ഈ കഥയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഈ കഥയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ യൗവനകാലം, നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ യൗവനകാലത്ത് നമ്മൾ ഒരുപാട് സൗന്ദര്യമുള്ളവരായിരിക്കാം, നല്ല കൂട്ടുകെട്ടുള്ളവരായിരിക്കാം, നല്ല ജീവിതം നയിച്ചു പോകുന്നവരായിരിക്കാം. പക്ഷെ നമ്മുടെ യൗവന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ കടന്നു വരുന്നു. ഈ ചീത്ത കൂട്ടുകെട്ടിലേക്ക് കടന്നതോടെ നിങ്ങളുടെ ലഹരിയുടെ അടിമകളാവാൻ, അതിലൂടെ നിങ്ങളുടെ ജീവിതം നശിക്കുന്നതിലും നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നതിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ എല്ലാം തകരുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഈ കഥയുടെ മഹാനായ ശ്രീബുദ്ധൻ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. ആ കഥയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. കളിയാണോ? അപ്പോ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ നമുക്കറിയാം. ഇന്ന് ഈ ലഹരി എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം മനസ്സുകൂടി വരുന്നത് എന്താ ലഹരി എന്ന് പറയുന്നത്? ഒരാൾ പറയാം, പറയുന്നത് എന്താ? ലഹരി എന്താണ്? എന്തൊക്കെയാണ് ലഹരി പദാർത്ഥങ്ങൾ? അതെ, നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. നമ്മള് പലപ്പോഴും പല പോസ്റ്ററുകളിലൊക്കെ കാണാറുണ്ട്. പിന്നെ ഒരു തലയൊട്ടിന് വെച്ചിട്ട് സിഗരറ്റിന്റെ പടം, പിന്നെ ഒരു മദ്യത്തിന്റെ കുപ്പിയുടെ പടം, പിന്നെ സ്ലിഞ്ചി, ഇതൊക്കെ അല്ലേ ഡേഞ്ചർ. ഇത് മാത്രമല്ല ലഹരി. ലഹരി എന്ന് പറയുന്നത്, ലഹരി എന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഉപയോഗിക്കണമെന്ന് വീണ്ടും വീണ്ടും തോന്നുന്ന ഒരു പദാർത്ഥം അല്ലെങ്കിൽ എന്തായാലും അതിനെന്താണ് ലഹരി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണണമെന്നോ വീണ്ടും അത് ഉപയോഗിക്കണമെന്നോ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എന്തായാലും അതെന്തെന്ന് പറയും? ലഹരി എന്ന് പറയും. അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലന്മാർ ഒന്നാണ് MDMA. കേട്ടോണ്ടോ MDMA? നിങ്ങൾക്കല്ലേ ഉണ്ട്. എന്നാൽ MDMA, കഞ്ചാവ്, MDMA, അതുപോലെ സ്റ്റാമ്പ്, അങ്ങനെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങളുണ്ട്. അവ അതിഭീകരമാണ്. ഉസ്താദുകളെ കുറിച്ച് പറഞ്ഞിട്ട് പോകുന്ന പോലെ നമ്മുടെ സമൂഹത്തില് ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കൾക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിൽ ഒന്നാണ് MDMA, അതുപോലെ സ്റ്റാമ്പ്, കഞ്ചാവിന്റെ ഉപയോഗം. ഇവ നമ്മുടെ സമൂഹത്തിൽ യുവാക്കളെ ദിനം പ്രതി കാത്തുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളെ കാത്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഇതൊരു വട്ടം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഉപയോഗിക്കണമെന്നും അതിന് പണം കണ്ടെത്തണമെന്നും അത് എന്ത് മാർഗവും സ്വീകരിക്കണമെന്നുള്ള രീതിയിലേക്ക് യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വാർത്തകളിലും ഒരു അയൽക്കാരനായിട്ടുള്ള 3 ആളുകളെ ഒരു യുവാവ് വെട്ടിക്കൊണ്ടു, അല്ലേ? വാർത്തല്ലേ? എന്താണ് കാരണം? അതിന്റെ അടിസ്ഥാന കാരണം ഈ ലഹരിയാണ്. ആ പയ്യന്റെ മാരകമായിട്ടുള്ള ലഹരി ഉപയോഗമാണ് മഴയിൽ വീട്ടിലുള്ള 3 ആളുകളെ വളരെ ദയനീയമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ലഹരി എന്ന് പറയുന്ന പദാർത്ഥം. നമ്മള് ഇവിടെ ഇരിക്കുന്നവരൊക്കെ അത്യാവശ്യം
ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരും ലഹരി ഉപയോഗിക്കുന്നവരോ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുന്നവരല്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഈ വാക്കുകൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവാം അല്ലേ? നിങ്ങളുടെ സ്കൂളിലാവാം, നമ്മുടെ കൂടെ ഇവിടെ ഈ പ്രദേശങ്ങളിലുള്ള ചെറുപ്പക്കാരുണ്ടാവും. ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുകളുള്ള മേഖലയാണ് അല്ലേ? അപ്പൊ ഈ റിസോർട്ടിന്റെ മറവില് അല്ലെങ്കിൽ റിസോർട്ടിന്റെ മേഖലകളിലൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടാവും. അപ്പൊ ആ ഭാഗങ്ങളിലേക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് ഇത് കൊണ്ടുവന്ന് ഉപയോഗിക്കുമ്പോൾ അവിടെ ജോലിക്ക് പോകുന്ന ചില കൂട്ടുകാരാണ്. അപ്പൊ അവരിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മുടെ അടുത്തൊന്ന് പറയണ്ട, അത് കൊള്ളാം, ഇത് പുതിയ സാധനമാണ്, അത് ഉപയോഗിച്ച് നോക്കാം. അങ്ങനെ കൊണ്ടുതരുന്ന സാധനം നമ്മൾ ഉപയോഗിക്കും. പിന്നീട് ഇത് കിട്ടാത്ത അവസ്ഥയിൽ നമ്മളിത് വീണ്ടും നേടിയെടുക്കുന്നതിന് നമ്മൾ പല മാർഗങ്ങളും നോക്കും. അതായത് നമ്മൾ കൊലപാതകങ്ങൾ വരെ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരും. അപ്പൊ അത് നിങ്ങളുടെ ഭാവിയെ തകർക്കുന്ന നിങ്ങൾ മാത്രമല്ല, നമ്മൾ ഈ വലിയൊരു ലഹരിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നോക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ആദ്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പാപ്പ അല്ലെങ്കിൽ ഉമ്മ, നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ അവസ്ഥ എന്താവുന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളെ അറസ്റ്റ് ചെയ്യുകയോ നമ്മളെ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ ചാനലുകാരും പത്രക്കാരും ഒക്കെ വന്ന് ഫോട്ടോ എടുക്കും. അതുപോലെ തന്നെ നമ്മൾ ജയിലിൽ 12 ദിവസം റിമാൻഡ് ചെയ്യാം. 12 അതിൽ കൂടുതൽ റിമാൻഡ് ചെയ്യും. കേസിന്റെ പിടിക്കുന്ന ക്വാണ്ടിറ്റിയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും റിമാൻഡ് ചെയ്യുന്നത്. റിമാൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾ ഒരു ജോലി നേടാനുള്ള സാഹചര്യം ഒരിക്കലും കിട്ടും. പിന്നെ ഇതിന്റെ അകത്ത് നിങ്ങൾ അകപ്പെട്ടു. ഞാൻ കൂടുതലും നിങ്ങളെ സംബന്ധിച്ച് പറയേണ്ടത്, ഇവര് കുട്ടികളായതുകൊണ്ടാണ്. പക്ഷെ അവർക്ക് ഇത്ര ഇതറിയില്ല. പക്ഷെ നിങ്ങളോടാണ് പറയുന്നത്, ഒരുവിധം ചെറുപ്പക്കാരായിട്ടാണ് മുന്നിലിരിക്കുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു കാരണവശാലും ലഹരി എന്ന ഉപയോഗം, ലഹരി ഉപയോഗം പോലെ തന്നെയാണ് ഇതിന്റെ വിൽപ്പനയും കൈമാറ്റം. നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഞാനത് ഉപയോഗിക്കുന്നില്ല, ഞാൻ ചെറിയ രീതിയിൽ വിൽക്കുന്നേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല സാറേന്ന് പറയണ്ട. വിൽക്കുന്നതും ഇതേ രീതിയിലുള്ള കൂട്ടം തന്നെയാണ്. ക്യാഷ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടി ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാനായി തിരിച്ചാലും നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അപ്പൊ അതും നിങ്ങളുടെ ജയിലിലേക്കും നിങ്ങളുടെ കുടുംബം നശിക്കുന്ന തരത്തിലേക്കും നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞാണ് എൻ്റെ നിങ്ങൾ ഒരുപാട് സമയമല്ലോ ക്ലാസ് യഥാർത്ഥത്തിൽ നമ്മുടെ SI സാറിന് വരാമെന്ന് പറഞ്ഞാണ്. സാറ് വേറെ കുട്ടിയായിരുന്നു, സാറിന് പോയിട്ട് വന്നു. നിങ്ങളെല്ലാവരും ഈ ലഹരി പദാർത്ഥങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിക്കുക, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളതിനുള്ള നടപടികൾ സ്വീകരിക്കും. എന്ത് തരത്തിലുള്ള സഹായവും നമ്മുടെ ഭാഗത്തുണ്ടാവും. ഈ പ്രദേശത്തുണ്ടാവുന്ന ഹൈറേഞ്ച് കൂട്ടായ്മയിലുള്ള പ്രവർത്തകർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ സ്റ്റേഷനുമായി ബന്ധപ്പെടുക. പ്രദേശത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യം നമുക്കറിയാം. ഈ കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വിപത്ത് തടയുന്നതിന് വേണ്ടി ഞങ്ങളും എന്തായാലും നിങ്ങളുടെ ഒറ്റക്കെട്ടായി തന്നെ കാണും. കുട്ടികളല്ല അവര്. അപ്പൊ എന്തായാലും നമ്മുടെ ലഹരി എന്ന വിപത്തിനെ തടയുന്നതിന് വേണ്ടി ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ ക്ലാസ് ഞാൻ ഇവിടെ എല്ലാവരും സംസാരിച്ച വിഷയം തന്നെയാണ്. എങ്കിലും കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒരുപാട് കുറച്ച് ആളുകളൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് വ്യക്തമായിട്ട് കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് സംഘടിപ്പിക്കണം. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾ, അതായത് ഈ ഒരു ഏജിലുള്ള ഒരു 17-15 വയസ്സുള്ള കുട്ടികളൊക്കെ അവർക്കാണ് കൃത്യമായിട്ട് എത്തേണ്ട ഒരു സാഹചര്യം ഉള്ളത്. അപ്പൊ അവരിലേക്ക് എത്തിക്കുന്നതിന് മാതാപിതാക്കളെയും ഈ വരുന്ന ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കുമ്പോൾ കൂട്ടം നല്ലതായിരിക്കും. കാരണം അവരിലേക്ക് ഇതിലൊരു അപബോധം ചെയ്യണം. കാരണം അവരുടെ ധാരണ അവരുടെ മക്കള് ഇതൊന്നും ചെയ്യുകയില്ല എന്നൊരു ധാരണ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കണം. മാതാപിതാക്കളോടാണ് പറയുന്നത്. അവരുടെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവരുടെ ബാഗ് ഉൾപ്പെടെയുള്ള അവരുടെ ഡ്രസ്സിന്റെ പോക്കറ്റ് വരെ നമ്മൾ പരിശോധിക്കണം. എന്തെങ്കിലും ഒരു ജസ്റ്റ് പേപ്പർ കഷ്ണങ്ങൾ, നിറവ്യത്യാസമുള്ള പേപ്പർ കഷ്ണങ്ങൾ പോലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതിൽ പല ലഹരി പദാർത്ഥങ്ങളുടെയും സ്റ്റാമ്പ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ആവാം.
അപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ കൂടി നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾക്കിടയിലുള്ള കടന്നുകയറ്റം വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുട്ടികൾക്കിടയിൽ പറയാനുള്ളത്, അതുപോലെ തന്നെ യുവാക്കളായ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ കാലഘട്ടം. എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ സമൂഹം നന്നാവും. നമ്മുടെ സമൂഹം നന്നായാലേ നമ്മുടെ രാജ്യം നന്നാവുകയുള്ളൂ. അപ്പൊ അതിന് ഒരു വ്യക്തി, ഞാനത് ചെറിയൊരു കാര്യം പറയാം. അപ്പം അദ്ദേഹം ഈ ലോകം നന്നാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഈ ലോകം നന്നാക്കാൻ വേണ്ടിയാണ് ഒരു 20-ആം വയസ്സിൽ 20-ആം വയസ്സിൽ അദ്ദേഹം ലോകം നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലോകം നന്നാക്കാൻ വേണ്ടി ഒരു 10 വർഷം അദ്ദേഹം പരിശ്രമിച്ചു. ഒരുപാട് പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ലോകം നന്നാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ 10 വർഷം പാഴായി. അങ്ങനെ അദ്ദേഹം തീരുമാനമെടുത്തു, ഞാൻ എന്തായാലും ഈ 10 വർഷം വെറുതെ കളഞ്ഞു, എന്നെ കൊണ്ട് ലോകം നന്നാക്കാൻ നടക്കില്ല, ഈ രാജ്യം നന്നാക്കാൻ പറ്റുമെന്ന് നോക്കാൻ. അങ്ങനെ അദ്ദേഹം 10 വർഷം, 20 വയസ്സുള്ള അദ്ദേഹത്തിന് 30 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും അടുത്ത 10 വർഷം കൂടെ രാജ്യം നന്നാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ രാജ്യം നന്നാക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന് 10 വർഷം വീണ്ടും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് വയസ്സ് 40-ആയി. അദ്ദേഹം രാജ്യം എല്ലാം കറങ്ങി നോക്കി, രാജ്യം നന്നാകുന്നില്ല, അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നില്ല. അദ്ദേഹം വിചാരിച്ചു നടക്കൂല, സംസ്ഥാനം നന്നാക്കാൻ നോക്കണം. സംസ്ഥാനം നന്നാക്കാനായിട്ട് അദ്ദേഹം ഒരു 10 വർഷം നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 50. സംസ്ഥാനം മറ്റൊന്ന് കറങ്ങി നോക്കി, സംസ്ഥാനം നന്നാവും, ശരിയാവുന്നില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു നമ്മുടെ ജില്ല ഒന്ന് റെഡിയാക്കിയിട്ട് വരാം, അപ്പം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരെ പോയി. അദ്ദേഹത്തിന്റെ 10 വർഷം വീണ്ടും പോയി, വയസ്സ് 60. അപ്പൊ അദ്ദേഹത്തെ നടക്കത്തില്ല, എന്റെ നാട് ആദ്യം നന്നാക്കാം, അപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റാവും, എന്നിട്ട് പിന്നെ തുടങ്ങാം. അപ്പൊ വയസ്സ് 70. എന്നിട്ട് മനസ്സിലായി നാട് നന്നാകുന്നില്ല, അദ്ദേഹത്തെ കൊണ്ട് നാട് അദ്ദേഹം നോക്കിയിട്ട് നന്നാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ലാസ്റ്റ് ഘട്ടത്തിലാണ് മനസ്സിലായത് അത് വീട് നന്നാക്കണമെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം 70-ആം വയസ്സിൽ വീട് നന്നാക്കാനായി ഇറങ്ങി. വീട് നന്നാക്കിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത് ഇവിടെയായിരുന്നു തുടങ്ങേണ്ടത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളെ നന്നാക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക. നമ്മുടെ കുട്ടികളിൽ നിന്നുള്ള അവരുടെ ഓരോ ചലനങ്ങളും, അവരുടെ മാറ്റങ്ങൾ, അവരുടെ രീതികളിലുണ്ടാകുന്ന എല്ലാ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ഈ മുടിയൊക്കെ വെട്ടിക്കൊണ്ടൊരു പോകുന്നത് നിങ്ങൾ തെറ്റിയല്ല. അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിക്ക് അവർ ഫാഷനിലൊക്കെ വെട്ടും, മുടിയൊക്കെ വെട്ടും എന്ന് പറഞ്ഞാൽ അവരൊന്നും അത്ര കുറ്റക്കാരൊന്നുമല്ല. അങ്ങനെ എല്ലാവരും നിങ്ങൾ സംശയത്തോടെ കാണണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. അവരുടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, സംസാരത്തിൽ വരുന്ന മാറ്റം, അവരുടെ രീതികളിലുണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നിങ്ങളുടെ കുട്ടികളുടെ സേഫായിട്ട് അവരുടെ ഭാര്യ സേവാക്കുന്നതിന് സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ കൂട്ടായ്മ, ഹൈറേഞ്ച് കൂട്ടായ്മ